20 വർഷത്തിലേറെയായി കോൺഗ്രസിന് എം.എൽ.എമാരില്ലാത്ത ജില്ലയിൽ കൈപ്പത്തിയിൽ മത്സരിച്ച 5-ൽ 5 പേരും ജയിച്ചു. അതേ ഇടതുകോട്ട തകർത്ത് എതിരാളികളെ കെട്ടിത്തൂക്കിയ വിജയമായി കോഴിക്കോട് UDF ഇതിഹാസം രചിച്ചിരിക്കുന്നു. കോണിച്ചിഹ്നത്തിൽ മത്സരിച്ച മുസ്ലിം ലീഗിന്റെ 6-ൽ 6 പേരും ഇതോടൊപ്പം ജയിച്ചിട്ടുണ്ട് കേട്ടോ. ആഞ്ഞു വീശിയ കൊടുങ്കാറ്റിൽ ബേപ്പൂരിലെ CPM സ്ഥാനാർത്ഥി മന്ത്രി PA മുഹമ്മദ് റിയാസ് മാത്രമാണ് പിടിച്ചു നിന്നത്. അതായത് ഐക്യജനാധിപത്യ മുന്നണിയുടെ മഹാതരംഗത്തിന് മുന്നിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ 12-ലും LDF അമ്പയെ തോറ്റമ്പി. UDF പോലും ഈ വിജയം സത്യത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ UDFന് ഇങ്ങനെയൊന്ന് ആദ്യത്തേതു തന്നെയാണ്. ഇതിനൊപ്പം മറ്റൊന്നുകൂടി സംഭവിച്ചു കേട്ടോ. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ MLA ഉണ്ടായി. അതും LDFിൻ്റെ ശക്തിദുർഗമായ പേരാമ്പ്രയിൽ നിന്നു തന്നെ. 2016-ലും 2021-ലും 2 വീതം MLA-മാർ മാത്രമേ UDFന് കോഴിക്കോട് നിന്നും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത്തവണ അത് മാറിയിരിക്കുന്നു. ഇടതുകോട്ടകളായി വിശേഷിപ്പിക്കപ്പെടുന്ന പേരാമ്പ്രയിലും ബാലുശ്ശേരിയിലും ഏലത്തൂരിലും അതിശക്തമായ മുന്നേറ്റമാണ് UDF ഇത്തവണ നടത്തിയത്. പേരാമ്പ്രയിൽ LDF കൺവീനർ TP രാമകൃഷ്ണനെ ഫാത്തിമ തഹ്ലിയ 5087 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവിനെ VT സൂരജ് തോൽപ്പിച്ചതാകട്ടെ 16,980 വോട്ടുകൾക്കും. എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രന് വിദ്യാ ബാലകൃഷ്ണന്റെ മുന്നിൽ അടിതെറ്റിയത് 12,162 വോട്ടുകൾക്കാണ്. കൊയിലാണ്ടിയിൽ 2001 ശേഷം ആദ്യമായി വിജയം നേടിയ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ തോൽപ്പിച്ചത് CPMന്റെ ശക്തനായ നേതാവ് K ദാസനെയാണ്. ഒരിക്കൽ പോലും തോൽവിയുടെ രുചിയറിയാത്ത ഇടതു സ്വതന്ത്രൻ PT റഹീമിനെ നിയമസഭയിലേക്കുള്ള 5-ാം അംഗത്തിൽ അടിയറവ് പറയിപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ MA റസാഖ് മാസ്റ്ററാണ്. പിടിച്ചെടുക്കാൻ വളരെ പ്രയാസമുള്ള കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ സിറ്റിംഗ് MLA തോട്ടത്തിൽ രവീന്ദ്രനെ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത് കീഴടക്കിയത് കടുത്ത പോരാട്ടത്തിലൂടെ തന്നെയാണ്. കഴിഞ്ഞ തവണ UDFന് നഷ്ടപ്പെട്ട കോഴിക്കോട് സൗത്ത് മണ്ഡലവും ഇക്കുറി പുതുമുഖ സ്ഥാനാർത്ഥിയായ ഫൈസൽ ബാബുവിലൂടെ അവർ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ബേപ്പൂരിൽ അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും PV അൻവറിന് റിയാസിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. റിയാസിന് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 28,000-ന് മുകളിലായിരുന്നു കേട്ടോ. ഇത്തവണ അത് 7,487 വോട്ടുകളായിട്ടാണ് കുറഞ്ഞത്. ജില്ലയിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം, അതായത് 36,682 വോട്ട് നേടിയത് കൊടുവള്ളിയിൽ മത്സരിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി PK ഫിറോസാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം അഡ്വക്കേറ്റ് K ജയന്തിനാണ്, 1,478 വോട്ട്.